നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകും നാം ഭാവിയിൽ എന്താകണം, എങ്ങനെയാകണം എന്നൊക്കെയുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും. എന്നാൽ അവയിലേക്ക് എത്തിപ്പെടാനായി നാം നേരിടേണ്ട പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ചലഞ്ചുകളെയും കുറിച്ചോർത്ത് തന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചവരായിരിക്കും പലരും. എന്നാൽ അവിടെയാണ് കയ്യിലുള്ള ജോലിയും രാജിവെച്ച് തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി ഇറങ്ങിത്തിരിച്ച തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടക്കാരൻ നമുക്ക് പ്രചോദനമാകുന്നത്. അതെ, സ്വന്തം പ്രയത്നത്തിലൂടെ മലയാള സിനിമയിൽ ഒരിടം കണ്ടെത്തിയ ടൊവിനോ തോമസ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് നേടിയ ടൊവിനോയ്ക്ക് ആരും കൊതിക്കുന്നത് പോലെ ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ കോഗ്നിസന്റ് ടെക്നോളജി സൊല്യൂഷൻ എന്ന കമ്പനിയിൽ ജോലി ലഭിച്ചു. എന്നാൽ ടൊവിനോയുടെ ഉള്ളിലെ കലയ്ക്കും കലാകാരനും അതൊരു തടവറ ജീവിതമായിരുന്നു. തന്റെ ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ഒരു വർഷത്തോളം ടൊവിനോയ്ക്ക് ആ ജോലിയിൽ തുടരേണ്ടി വന്നു. എന്നാൽ തന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെ എന്നേക്കുമായി പൂട്ടിയിടാൻ ടൊവിനോ തയ്യാറായിരുന്നില്ല. നാം ഓരോരുത്തരും എടുക്കാൻ മടിക്കുന്ന, എന്നാൽ ജീവിതത്തിലെ ഒരു സമയത്ത് എടുക്കേണ്ട ആ തീരുമാനം ടൊവിനോ എടുക്കുകയായിരുന്നു. അതെ, തന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായി പുറപ്പെടുക എന്നത് ആ ദൃഢനിശ്ചയവും ഏത് പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറുമെന്ന മനോഭാവമായിരുന്നു. നിരവധി എഞ്ചിനീയർമാരിൽ ഒരാളായി ജീവിച്ചു തീരുമായിരുന്നിടത്തു നിന്ന് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പല കഥാപാത്രങ്ങളിലൂടെ ഇടം നേടിയ സൂപ്പർ സ്റ്റാർ ടൊവിനോ തോമസിലേക്ക് ടൊവിനോയെ ചെന്നെത്തിച്ചത്. അങ്ങനെയുള്ള ആത്മവിശ്വാസവും ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള കരുത്തുള്ള മനസ്സുമാണ് നാം ഓരോരുത്തരും നേടിയെടുക്കേണ്ടത്. ഒരു സിനിമ പാരമ്പര്യമോ സിനിമയിൽ പരിചയമുള്ള ഒരാളോ പോലും ഇല്ലാതിരുന്നിട്ടും അതൊരു കാരണമായി കണ്ടു പിന്മാറാതെ തന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നു നീങ്ങാൻ തന്നെയാണ് ടൊവിനോ തീരുമാനിച്ചത്. നിരവധി ഓഡിഷനുകൾ കയറിയിറങ്ങി, കുറച്ച് ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചു. എന്നാൽ മലയാള സിനിമയ്ക്ക് പറ്റിയ മുഖമല്ലെന്ന് പറഞ്ഞും അഭിനയിച്ച ഷോർട്ട് ഫിലിമുകൾ കണ്ടു നോക്കുക പോലും ചെയ്യാതെയും പലയിടത്തു നിന്നും ഇറക്കി വിട്ടു. എന്നാൽ ഒട്ടും തളരാതെ, ഒരു പടി പോലും പിന്മാറാതെ മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു ടൊവിനോയുടെ തീരുമാനം. പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയാണ് ഉണ്ടാകുന്നതെന്ന് ഓർത്ത് പിന്മാറുന്നവരും വിഷമിക്കുന്നവരും ഓർക്കുക, നമ്മൾ ഒരു വലിയ പാറ പൊട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനു മുകളിൽ അടിക്കുന്ന ആദ്യത്തെ 10 തവണയും ആ പാറ പൊട്ടിയെന്ന് വരില്ല. അത് ചിലപ്പോൾ 20ഓ 30ഓ വട്ടം അടിക്കുമ്പോഴായിരിക്കും അത് പൊളിയുക. എന്നാൽ അവസാനത്തെ തവണ അടിച്ചത് കൊണ്ട് മാത്രമാണ് ആ പാറ പൊട്ടിയതെന്ന് നമുക്ക് പറയാനാകില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പരിശ്രമങ്ങളും. ഒന്നും വെറുതെയല്ല. ഓരോ ശ്രമവും പരാജയവും വിജയത്തിലേക്ക് പാതയാണ്. ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുക. Don't let the shadows of yesterday spoil the sunshine of tomorrow. നിരന്തര പരിശ്രമത്തിന് ഫലമായി പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിൽ ആദ്യമായി പേരുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ ടൊവിനോയ്ക്ക് സാധിച്ചു. പിന്നീട് തീവ്രം എന്ന സിനിമയുടെ സഹസംവിധായകനായി വർക്ക് ചെയ്യുമ്പോഴായിരുന്നു ഡയറക്ടർ മാർട്ടിൻ പ്രക്കാട്ടിന്റെ ശ്രദ്ധയിൽ ടൊവിനോ വരുന്നത്. തന്റെ പുതിയ സിനിമയിലെ രാഷ്ട്രീയക്കാരന്റെ റോളിനുള്ള ഓഡീഷന് ടൊവിനോയെ വിളിക്കുകയും പിന്നീട് ആ വേഷം ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ABCD ആയിരുന്നു ആ സിനിമ. മലയാള പ്രേക്ഷകരിലേക്കുള്ള ടൊവിനോയുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു അത്. സെവൻത് ഡേ എന്ന സിനിമയിലെ വില്ലൻ വേഷവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പൃഥ്വിരാജുമായി ഉണ്ടായിരുന്ന പരിചയത്തിലൂടെയായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ അപ്പുവേട്ടൻ എന്ന കഥാപാത്രം ടൊവിനോയെ തേടി എത്തുന്നത്. ഒരു വലിയ കുതിപ്പിനുള്ള ഊർജമായിരുന്നു ടൊവിനോയ്ക്ക് ആ സിനിമയിലൂടെ ലഭിച്ചത്. നിരവധി അവാർഡുകൾ, നിരവധി വേഷങ്ങൾ. മെക്സിക്കൻ അപാരത എന്ന സിനിമയിലൂടെ ആദ്യ നായക വേഷവും മായാനദിയിലെ മാത്തനായും 2022 സൂപ്പർ ഹിറ്റ് മൂവി തല്ലുമാലയിലെ മണവാളൻ വസിയായും മിന്നൽ മുരളിയിലൂടെ മലയാള സിനിമയിലെ ആദ്യ സൂപ്പർ ഹീറോ പദവിയും ടൊവിനോ നേടി. തള്ളിപ്പറഞ്ഞവരും ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരും ഇന്നിതാ ടൊവിനോയുടെ ഒരു ഡേറ്റിനായി കാത്തു നിൽക്കുന്നു. ചാലഞ്ച് ഏറ്റെടുത്ത് മുന്നേറാൻ കാണിച്ച ധൈര്യവും മനസ്സുമാണ് ടൊവിനോയെ അനേകം ആളുകളിൽ ഒരാളായിരുന്നിടത്തു നിന്നും നാം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത്. അത്തരത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു ധൈര്യവും അതിലേക്കായി പിന്മാറാതെ മുന്നേറാനുള്ള ഒരു മനോഭാവവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ്.